അപ്പോൾ ശരിക്കും ഒരു ഡോക്ടറായിട്ട് തന്നെ അല്ലേ ഒരു വെറ്റിനറി ഓഫ് കോഴ്സ് വെറ്റിനറി BVSc ബാച്ചുലർ ഓഫ് സയൻസ് എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് മെഡിസിൻ ഡോക്ടർ ടൈറ്റിലുള്ള തന്നെയാണ്. 5.5 വർഷത്തെ കോഴ്സ് നമ്മൾ MBBS പോലെ തന്നെ 5.5 വർഷമല്ലേ, അതേപോലെ തന്നെ സെയിം കോഴ്സ് തന്നെയാണ് വെറ്റിനറി മെഡിസിൻ. BVSc എന്ന് ഷോർട്ടിൽ പറയും. അനിമൽ ഹസ്ബൻഡറി എന്ന് പറയും. അത് ഷോർട്ട് കോഴ്സ് സെയിം ഈക്വലൻ്റ് ടു MBBS ഡോക്ടർ ടൈറ്റിൽ കിട്ടുന്നതിനാലും സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ പലർക്കും സാലറി കുറവാണ്. നാട്ടിൽ സാലറി ഇപ്പോൾ ഒഫീഷ്യലി കുറവാണ്. ഈവൻ ഡോക്ടർക്കായാലും BBS പഠിച്ച ഡോക്ടറായാലും കുറവ് തന്നെയാണ്. അത് കമ്പാരിറ്റീവ്ലി വെറ്റിനറിക്ക് കുറവാണ്. അതാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ വിദേശത്തിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ആളുകളൊക്കെ കൂടുതൽ എല്ലാവരും കെയർ ചെയ്യുന്നത് അനിമൽസിനെയാണ്. ഒരു വേൾഡിൽ പോപ്പുലേഷനിൽ ഒരു 60% അനിമൽ കെയറുള്ള ആളുകളാണ്. കൂടുതലും ഒരു പെറ്റ് അവരുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. എസ്പെഷ്യലി യൂറോപ്യൻ വെസ്റ്റേൺ കൺട്രീസിൽ അവർക്ക് വെറ്റിനറി ഡോക്ടർ കിട്ടാനില്ല, അപ്പോയിൻമെൻറ്റ്സുകൾ കിട്ടാനില്ല. അവർ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് കാണുന്ന ഒരു പൊസിഷനാണ് വെറ്റ് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷോർട്ടായിട്ട് വെറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ വെറ്റിനറി മെഡിസിൻ നല്ല റെപ്യൂട്ടേഷനുള്ളൊരു കോഴ്സ്, നല്ല പൊസിഷനാണ്, നല്ല ഡിഗ്നിറ്റി ഉള്ള, നല്ല സാലറി സ്കെയിലുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ഹായ്, വെൽക്കം ബാക്ക് സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റേഡ്. നിങ്ങളൊരു പെറ്റ് ലവറോ അല്ലെങ്കിൽ ആനിമൽസിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാവുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്, വെറ്റിനറി മെഡിസിൻ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡ് തന്നെയാണ് വെറ്റിനറി മെഡിസിൻ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ കുറച്ചൊന്ന് അണ്ടർ റേറ്റഡ് ആയി പോകുന്നില്ലേ എന്നൊരു സംശയം. ഇപ്പോൾ MBBS പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള പാരാമെഡിക്കൽസൊക്കെ പോലെ അത്ര റെപ്യൂട്ടേഷൻ ഇല്ലാത്തതോ അല്ലെങ്കിൽ പേ സ്കെയിൽ കുറവായതോ ആണോ? അതെ, നമ്മുടെ നാട്ടിൽ മാത്രമാണ് അതൊരു മിഥ്യാധാരണയാണ്. നമ്മുടെ നാട്ടിലാണ് കൂടുതലും സ്റ്റുഡൻസ് കുറവ്. വിദേശത്ത് ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ച് വിദേശത്തുനിന്നല്ല, വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ സീറ്റ് വളരെ കുറവാണ്. ആകെ 2 കോളേജ് മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മളെ വയനാട്ടിലും ഒന്ന് തൃശ്ശൂരൊക്കെ ആയിട്ടാണ് വെറ്റിനറി മെഡിസിന് കോളേജുകളുള്ളൂ. ഒബിയസ്ലി സീറ്റുകൾ കുറവായിരിക്കും. അതുമാത്രമല്ല, ഇവിടെ കൂടുതലും എൻ്റർടൈൻ ചെയ്യുന്നത് MBBS പ്രോഗ്രാമിനാണ്. അത് കുറച്ചും കൂടെ ഗ്ലാമറായിട്ടുള്ളൊരു ഫീൽഡാണ്. അതുമാത്രമല്ല, കുറച്ചുകൂടെ റെപ്യൂട്ടേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ കൂടുതലുള്ളത് BBSന് തന്നെയാണ്. വെറ്റിനറിക്ക് ഒരു സെക്കൻഡറി ഓപ്ഷനാണ് എല്ലാവരും കൊടുക്കാറ്. മാത്രമല്ല, നീറ്റ് കുറവ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് നീറ്റ് സ്കോർ കുറഞ്ഞ കുട്ടികളാണ് കൂടുതൽ അതിന് ജോയിൻ ചെയ്യാറ്. പിന്നെ സീറ്റില്ലാത്ത ഒരു വലിയ വിഷയം തന്നെയാണ്. പക്ഷേ അതിൽ റെപ്യൂട്ടേഷനൊന്നും ഇവിടെ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പോൾ നോർത്തിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ ഒരുപാട് പിള്ളേർ പഠിക്കുന്നുണ്ട് വെറ്റിനറി മെഡിസിൻ. അവരിവിടെ സീറ്റ് കിട്ടാത്ത മൂലം വിദേശത്താണ് കൂടുതലും നോക്കുന്നത്. പ്രത്യേകിച്ച് സ്വിസ് കൺട്രീസിൽ, ഈ ബൾഗേറിയ പോലുള്ള കൺട്രികളിൽ, റഷ്യ, മോൾഡോവ, സെൻട്രൽ ഏഷ്യൻ കൺട്രികളിലൊക്കെ ഏറ്റവും ഫീസ് കുറവ് നോക്കി അവർ മാക്സിമം സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്യുന്നുണ്ട് സീറ്റില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമ്മുടെ നാട്ടിലുള്ളൊരു മിഥ്യാധാരണയാണ് വെറ്റിനറി മെഡിസിൻ ഒരു സെക്കൻഡ് റേറ്റ് കാണുക എന്നുള്ളത്. പിന്നെ കൂടുതലും വരുന്നത് പെറ്റ്സിനോടൊക്കെ ഇഷ്ടമുള്ളവരും കൂടുതലും അവരെ പാമ്പർ ചെയ്തിട്ട് അവരെ ടേക്ക് കെയർ ചെയ്ത് പോവാം എന്നുള്ള ഒരു കുട്ടികളാണ് കൂടുതലും വരുന്നത്. പക്ഷെ അത് രണ്ടാമത്തൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീറ്റിൽ സ്കോർ കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ നീറ്റിൻ്റെ കട്ട് ഓഫ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പഠിക്കാം, മെഡിസിൻ്റെ പേര് ഒരു ഡോക്ടർ ടൈറ്റിൽ വന്നാൽ മതി എന്നുള്ളവരും വരാറുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും വരുന്നത് കൂടുതലും പെറ്റ് കെയർ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ്. ഒരു ഫോണ്ട് ഓഫ് അനിമൽസ് എന്നുള്ളൊരു സെഗ്മെൻ്റാണ് കൂടുതൽ MBBSൻ്റെ സീറ്റിന് വരാറ്. അപ്പോൾ ശരിക്കും ഒരു ഡോക്ടറായിട്ട് തന്നെ അല്ലേ ഒരു വെറ്റിനറി? ഓഫ് കോഴ്സ് വെറ്റിനറി BVSc ബാച്ചുലർ ഓഫ് സയൻസ് എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് മെഡിസിൻ ഡോക്ടർ ടൈറ്റിലുള്ള തന്നെയാണ്. 5.5 വർഷത്തെ കോഴ്സ് നമ്മൾ MBBS പോലെ തന്നെ 5.5 വർഷമല്ലേ, അതേപോലെ തന്നെ സെയിം കോഴ്സ് തന്നെയാണ് വെറ്റിനറി മെഡിസിൻ. BVSc എന്ന് ഷോർട്ടിൽ പറയും. അനിമൽ ഹസ്ബൻഡറി എന്ന് പറയും. അത് ഷോർട്ട് കോഴ്സ് സെയിം ഈക്വലൻ്റ് ടു MBBS ഡോക്ടർ ടൈറ്റിൽ കിട്ടുന്നതിനാലും സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ പലർക്കും സാലറി കുറവാണ്. നാട്ടിൽ സാലറി ഇപ്പോൾ ഒഫീഷ്യലി കുറവാണ്. ഈവൻ ഡോക്ടർക്കായാലും BBS പഠിച്ച ഡോക്ടറായാലും കുറവ് തന്നെയാണ്. അത് കമ്പാരിറ്റീവ്ലി വെറ്റിനറിക്ക് കുറവാണ്. അതാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ വിദേശത്തിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ആളുകളൊക്കെ കൂടുതൽ എല്ലാവരും കെയർ ചെയ്യുന്നത് അനിമൽസിനെയാണ്. ഒരു വേൾഡിൽ പോപ്പുലേഷനിൽ ഒരു 60% അനിമൽ കെയറുള്ള ആളുകളാണ്. കൂടുതലും ഒരു പെറ്റ് അവരുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. എസ്പെഷ്യലി യൂറോപ്യൻ വെസ്റ്റേൺ കൺട്രീസിൽ അവർക്ക് വെറ്റിനറി ഡോക്ടർ കിട്ടാനില്ല, അപ്പോയിൻമെൻറ്റ്സുകൾ കിട്ടാനില്ല. അവർ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് കാണുന്ന ഒരു പൊസിഷനാണ് വെറ്റ് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷോർട്ടായിട്ട് വെറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ വെറ്റിനറി മെഡിസിൻ നല്ല റെപ്യൂട്ടേഷനുള്ളൊരു കോഴ്സ്, നല്ല പൊസിഷനാണ്, നല്ല ഡിഗ്നിറ്റി ഉള്ള, എന്താ പറയുക, നല്ല സാലറി സ്കെയിലുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അത് യൂറോപ്പിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന കുട്ടികൾക്കറിയാം. അപ്പം നമ്മൾ വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്കറിയാത്ത പോലും അവരുടെ കുറേ നമുക്ക് പഠിക്കാൻ പറ്റുമോ അറിയാം. അവർക്കൊരു വ്യക്തമായ പ്ലാനുണ്ട്. അവർ US പോയി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ UK അതല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യാറില്ല, പഠിക്കാനായിട്ട് പോകുന്ന പിള്ളേരുള്ളൂ. അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു മൈഗ്രേഷൻ യൂറോപ്യൻ കൺട്രി, ജർമ്മനിയിൽ
അവരൊക്കെ പ്ലാൻ ചെയ്യുന്നത് നല്ലൊരു സാലറി സ്കെയിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്, നല്ലൊരു വരുമാനം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അവർ ആ ഫീൽഡിലേക്ക് വ്യക്തമായി പഠിച്ചിട്ട് തന്നെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. വേറെ ചിലർ എന്തെങ്കിലും കോഴ്സ് പഠിക്കാം എന്നുള്ള രീതിയിൽ വേറെ റാങ്ക് നെറ്റ് കട്ട് ഓഫ് കിട്ടിയില്ല, കുറവാണ്, MBBS കിട്ടാത്ത കുട്ടികൾ ഇതിൽ പോയിട്ട് ജോയിൻ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് പുറത്താണ്. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ MBBS നല്ല രീതിക്ക് നല്ലോണം സ്റ്റുഡൻസ് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു കണക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു വിദേശത്തു നിന്നായാലും നാട്ടിൽ നിന്നായാലും അത്യാവശ്യം നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഇറങ്ങുന്നുണ്ട്. ഡോക്ടേഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്, ലൈസൻസ് ആവുന്ന ഒരു കുറവാണ്. നമ്മൾ മുമ്പ് MBBSൻ്റെ ബ്രോഡിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 26% ഒക്കെയാണ് FMGക്കാർ ഇറങ്ങുന്നത്. അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ ഒരു 24-26% ഉള്ളൂ. അത് മുമ്പ് 10% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ അതിന് മാത്രം എന്താ പറയുക, ഹെൽത്ത് കെയറിൽ വേക്കൻസി ഉണ്ടാവണ്ടേ. ഈ ഡോക്ടർമാരെ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ വെറും ഡോക്ടർമാരായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചുരുക്കം പറയുന്നത്. അപ്പോൾ വെറ്റിനറി അവിടെ നല്ലൊരു വേക്കൻസി അവിടെ ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി ആരും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ വെറ്റിനറിക്കാർ ആവശ്യമുണ്ട്. ഗവൺമെൻറ് തന്നെ വേക്കൻസികൾ അവൈലബിൾ ആണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ. പക്ഷേ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിലേക്ക് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. അവിടെ ഒരു വെറ്റ് നിർബന്ധമാണ്. എല്ലാ ഹോസ്പിറ്റലിലും ഒരു 5-6 വെറ്റും കുറഞ്ഞതുണ്ടാവും. ശരിക്കും നീറ്റ് എത്ര കട്ട് ഓഫ് വേണ്ടി വരും വെറ്റിനറി പഠിക്കാൻ വേണ്ടി? ഇപ്പോൾ 196 കുറവുള്ളവർക്ക് അപ്ലൈ ചെയ്തിടാം വെറ്റിനറിക്ക്. പക്ഷേ അതിൻ്റെ സീറ്റിൻ്റെ കുറവ് വലിയൊരു വിഷയമാണ്. നമുക്ക് ഏകദേശം 2 സീറ്റ് മാത്രമേ കേരളത്തിലുള്ളൂ. ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ 54. തൃശ്ശൂർ നമ്മളെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 80 സീറ്റ്. അപ്പോൾ ഹൈ സ്കോർ നിർബന്ധമാണ്. ഒരു 196 ഒക്കെ കട്ട് ഓഫിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിടാം. പക്ഷേ ആരും കൂടുതൽ പേരും BDS അതല്ലെങ്കിൽ MBBS എന്നുള്ളതാണ് നോക്കാറ്. ഇപ്പോൾ MBBS ഒക്കെ കഴിഞ്ഞ് വന്ന സ്റ്റുഡൻസിന് ഒരു കൺവേർഷൻ എക്സാം ഉണ്ടല്ലോ, FMGE എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും എക്സാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ കൺട്രോൾ കൊണ്ടുവന്നിട്ടില്ല. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ VCI അവരൊരു കൺട്രോൾ കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെ ഒരു ഇപ്പോൾ MBBS പഠിച്ചവർ പുറത്തോട്ട് നിർബന്ധമായിട്ടും അവിടെ ലൈസൻസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ എക്സാം പാസ്സാവണം. അതിലൊരുപാട് നിയമമാറ്റങ്ങളൊക്കെ വരുത്താൻ പോകുന്നുണ്ട് എന്നുള്ള പോലെ വെറ്റിനറിയിൽ ഇതുവരെ അങ്ങനെ കൺട്രോൾ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ FMGE പാസ്സാവുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ പാസ്സാവുന്നതാണ് നല്ലത്. തിരിച്ചു വന്ന് അവിടെ ലൈസൻസ്ഡായി വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ യൂറോപ്പിൽ പഠിക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു ചോദ്യം വരിക. ഇപ്പോൾ നേരത്തെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഞാൻ പറയുന്നത്. സ്റ്റഡി അബ്രോഡ് പഠിക്കുന്നവർ നിർബന്ധമായിട്ട് എഴുതാനല്ലോ. ഇപ്പോൾ യൂറോപ്പിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് 2 വർഷം പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഇവിടുന്ന് മെഡിക്കൽ കൗൺസിൽ അംഗീകാരം ലൈസൻസ്ഡ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ കൺട്രോൾ നിയമം എപ്പോഴെങ്കിലും മാറാം, അത് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ഈവൻ MBBSൻ്റെ കേസിലായാലും പല നിയമമാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ NMC കൊണ്ടുവരുന്ന റൂള് എപ്പോഴും മാറാമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കേസല്ല. പക്ഷേ VCയുടെ അക്രഡിഷൻ നിലവിൽ കൺട്രോളൊന്നുമില്ല. പക്ഷേ ഈ വിദേശത്ത് പോകുന്ന കുട്ടികൾ കൂടുതൽ നാട്ടിൽ വരാൻ നോക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. വിദേശത്ത് എബ്രോഡ് പ്ലാൻ ചെയ്യുന്നവർ പ്രത്യേകിച്ച് ബൾഗേറിയ പോലുള്ള കൺട്രികളിൽ, യൂറോപ്യൻ മോൾഡോവ, ഷെങ്കൻ അല്ല യൂറോപ്യൻ കൺട്രിയാണ്, ഈവൻ അത്തരം റഷ്യ അത്തരം കൺട്രികളിൽ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഒരു യൂറോപ്യൻ മൈഗ്രേഷൻ തന്നെയാണ് നോക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സെറ്റിലാവാം. കാരണം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഒരു സാലറി സ്കെയിലുള്ള അവിടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആണെന്ന് തോന്നുന്നു അല്ലേ? നല്ല ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആണ് ഇതിൽ. കാരണം ഇന്ത്യയിൽ ചോദിച്ച പോലെ ഇന്ത്യയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോഴാണല്ലോ ഈ എക്സാം എഴുതേണ്ടി വരുന്നത്, FMGE എക്സാം എഴുതേണ്ടി വരുന്നത്. തിരിച്ചുവിടെ നോക്കിയാൻ പ്ലാൻ ചെയ്യുമ്പോഴാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു റെസ്റ്റ് ഓഫ് ഇത്രയൊക്കെ വർഷം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും അവരൊരു റിട്ടയർമെൻറ്റിന് കുറച്ച് മുമ്പായിട്ട് ഇന്ത്യയിലൊക്കെ വന്നിട്ട് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട് വർക്ക് ചെയ്യാൻ. എത്രയൊക്കെ ഇന്ത്യയിലേക്ക് റിട്ടേൺ വരും. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അത് ചിന്തിക്കണേ ഇല്ല. ആ ഒരു കാലത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണമെന്നില്ല. എനിക്കൊരു 10 വർഷം പോയിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു പ്ലാനൊന്നുമില്ല. അവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ഏൺ ചെയ്യുക, പെട്ടെന്ന് കോഴ്സ് ചെയ്യാം, ഇൻറ്റേൺഷിപ്പ് കഴിയും, നേരെ നല്ലൊരു ഏണിങ്സ് കൊണ്ടുവരാം. അല്ലാതെ ഒരു വലിയ ദീർഘമായ പ്ലാനൊന്നുമില്ല. കാരണം ഒരു 15 വർഷം കാത്തിരുന്നിട്ട് നല്ല ശമ്പളത്തേക്കൊന്നും ആരും ഇനി പ്ലാൻ ചെയ്യണമില്ല. ആ കാലമൊക്കെ പോയി. വേഗം തന്നെ എൻട്രി അടിക്കുക ജോബ് ലൈഫിലേക്ക്. പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ളവരൊക്കെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ്, നേഴ്സിംഗുകാരൊക്കെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ ഒരു 3-4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പ്ലേസ്ഡ് ആവണം 2.5 ലക്ഷം രൂപ ശമ്പളത്തിൽ. ഇപ്പോൾ ഒക്കെ പരസ്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, 2.5 ലക്ഷം രൂപ കൊണ്ട് നേഴ്സായി വർക്ക് ചെയ്യാം, 3 വർഷത്തെ കോഴ്സ് പഠിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് പെട്ടെന്നൊന്നും 2 രൂപ കിട്ടില്ല. അതൊരു പരസ്യവാക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ പോയി പഠിച്ചവർക്ക് അറിയാം, സമയമെടുക്കുന്ന കേസ് തന്നെയാണ്. അപ്പോൾ യൂറോപ്യൻ ബെൽറ്റിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആവുന്നുണ്ടെന്നുള്ളതാണ് എബ്രോഡ് എഡ്യൂക്കേഷൻ്റെ. ഇപ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു, എബ്രോഡ് പോയി പഠിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കണ്ടല്ലോ. അപ്പോൾ അതായത് അവർക്ക് കുറച്ചുകൂടെ എൻട്രി ഈസി ആയിരിക്കും. അവർക്ക് ഒരു ജോബ് ഫൈൻഡിങ്, ഗെറ്റിംഗ് ജോബ് ഈസ് വെരി ഈസി. നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് അത്ര കിട്ടണമെന്നില്ല. കാരണം ഒരു വർക്ക് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ്
വെരി ഡിഫിക്കൽട്ട്. ഒരു വർക്ക് പെർമിറ്റ്, വർക്ക് കോൺട്രാക്റ്റ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം അവിടെയുള്ള ആളുകളുള്ളപ്പോൾ ഇവിടെ ഒരു വർക്ക് കോൺട്രാക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് തന്നെ ഒരു ക്യാമ്പസിൽ നിന്ന് കുട്ടികൾ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോർജിയ പോലുള്ള കൺട്രികൾ അങ്ങനെ, അത് എൻ്റെ കൃത്യമായി അറിയില്ല, കാരണം ജോർജിയ പോലുള്ള ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജ് ജർമ്മനിയിലേക്ക് അലോട്ട് ചെയ്യുന്ന പിള്ളേരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പഠിച്ചവർക്ക് ഒരു പ്ലേസ്മെൻറ്റ്, ഒരു കോൺട്രാക്ട് ബേസ് ഒന്നല്ല, ഒരു പ്ലേസ്മെൻറ്റ് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുക. അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ എടുക്കുകയുള്ളൂ. അതല്ലാതെ ഒരു ക്യാമ്പസിൽ പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ജോബ് കൊടുക്കണമെന്നൊന്നുമില്ല. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട്. അത് വലിയ ഉറപ്പുള്ള കേസല്ല. ഓക്കെ, അപ്പോൾ യൂറോപ്പിൽ ഒരു എൻട്രി ഉണ്ടെങ്കിൽ ഒരു ഗെറ്റിംഗ് ജോബ് വെരി ഈസി. ഒരു വർക്ക് മോഡലിലേക്ക് അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നത്, ജർമ്മനിയിലേക്ക് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ജർമ്മനി എന്നല്ല, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്കിയ, മാൾട്ട അങ്ങനത്തെ പോലെ കൺട്രികളിലൊക്കെ ആദ്യമേ സ്റ്റഡീസ് പോയിട്ട് അവിടെ പൊസിഷൻ ആവണം. അതുകൊണ്ടാണ്. കാരണം ഇനി അങ്ങോട്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് വിസ കിട്ടണമെന്നില്ല. വർക്ക് കോൺട്രാക്റ്റ് വിസക്ക് ഭയങ്കര റിജക്ഷനാണ്. ഇവൻ നിങ്ങൾക്കറിയാം, ഹലോ യു കെയിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരു വർക്ക് കോൺട്രാക്റ്റിൽ കയറാമെന്ന് പറഞ്ഞാൽ കുറച്ച് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഞാനറിയാം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആ സ്ട്രഗിളിംഗ് ഉണ്ട്, വർക്ക് റിജക്ഷൻസ് നല്ലോണമുണ്ട്. കാരണം ഒരു റിഫ്യൂജിയായി മാറോ, അതിന് തന്നെയാണോ പോകുന്നത്, ഇവരുടെ വിസ പർപ്പസ് തന്നെയാണോ എന്നവർക്ക് സംശയിക്കാം. പിന്നെ ഒരു പരിധിവരെ സ്റ്റുഡൻസായി തിരിച്ചു വന്നവർക്ക് പിന്നെ വിസ കിട്ടും. അപ്പം നിങ്ങൾക്ക് വിസ രണ്ടാമത് അടിച്ചിട്ടുണ്ടായിരിക്കാം, ശരിയല്ല. പക്ഷെ അതുപോലെ എല്ലാവർക്കും ആവണമെന്നില്ല. ഇവിടെ പഠിച്ചൊരു ഇവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞ് പലരും അങ്ങനെ ഒരു അനുഭവങ്ങളുണ്ട്. എംബസിക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, റെഫ്യൂജി ആയിട്ടുള്ള വിസയിൽ നിൽക്കുന്നു, സ്റ്റാറ്റസ് മാറി നിൽക്കുന്നു, ഇല്ലീഗൽ സ്റ്റേ. അപ്പോൾ അവർക്ക് ഒരു നല്ലോണം ചിന്തിക്കും. അവരുടെ ഉദ്ദേശം കറക്റ്റായിരിക്കാം, ജോലിക്ക് പോയി ചെയ്ത് തിരിച്ചു വരാം, അല്ലെങ്കിൽ കൊല്ലത്തിൽ 2 മാസമൊക്കെ വന്ന് നിൽക്കും. അവരൊരു പ്രോപ്പറായിട്ട് നമ്മൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ, പേരൻസൊക്കെ വർക്ക് ചെയ്തിരുന്ന പോലെ വർക്ക് ചെയ്യാനാവും പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ യൂറോപ്പിയനിൽ ക്രൈറ്റീരിയ ഉണ്ട്, ഇവർക്കത് ചെക്ക് ചെയ്തേ പറ്റും. അവർക്കൊരു ചെറിയ കാരണം മതി വിസ റിജക്ഷനായി പോകുന്നത്. അപ്പോൾ കുട്ടികൾ ആദ്യം തന്നെ അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ ഒരു ഗെറ്റിംഗ് ജോബ് എന്നുള്ളൊരു ആദ്യം തന്നെ അങ്ങോട്ട് എൻട്രി അടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി പെട്ടെന്ന് തന്നെ കണ്ടെത്താം എന്നുള്ളത് തന്നെയാണ്. വർക്ക് ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ എൻട്രി ആവാം എന്നുള്ളത് തന്നെ. അപ്പോൾ വെറ്റിനറി മെഡിസിൻ നല്ലൊരു സാധ്യത ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ യൂറോപ്പിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണ് വെറ്റിനറി മെഡിസിൻ? പഠിക്കാനായിട്ടാണോ അല്ലെങ്കിൽ വർക്ക് ലൈഫ്? പഠിക്കാനായിട്ടെന്ന് പറയുമ്പോൾ അല്ല, പഠിക്കാനായിട്ടെന്ന് പറയുമ്പോൾ പഠിക്കാനും പിന്നെ അവിടെ ചെന്ന് സെറ്റിൽ ആവാനുള്ള ഒരു ഓപ്ഷൻ. സ്റ്റഡീസിനാണെങ്കിൽ ആദ്യം പറയാം. സ്റ്റഡീസിനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫീസാണ്, ബഡ്ജറ്റാണ് കൺസേൺ എങ്കിൽ ഇപ്പോൾ മോൾഡോവ പോലെ രാജ്യങ്ങൾ, റഷ്യ, വേണമെങ്കിൽ അസർബൈജാൻ, ഹംഗറി, ഇത്തരം രാജ്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യാം. ഇപ്പോൾ ബൾഗേറിയൊക്കെ ഇപ്പോൾ കുറേ ഫീസിൽ വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇയർലി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഡബിൾ ആക്കിയിട്ടൊക്കെ ഉണ്ട് ഫീസ്. ഇപ്പോൾ ബൾഗേറിയ പോലുള്ള കൺട്രികളിൽ അവിടെ കുറച്ചുകൂടെ പ്രിഫറബിളാണ്. അത്യാവശ്യം അക്രഡീഷൻസ് ഉള്ള, EVM അക്രഡീഷനുള്ള, യൂറോപ്യൻ അക്രഡീഷൻ, USA പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അംഗീകാരമുള്ള കോഴ്സാണ് അവിടെ പഠിപ്പിക്കുന്നത്. ബാച്ചിലർ ഓഫ് മെഡിസിൻ, കുറച്ച് 5+1 നോർമലി MBBSൻ്റെ ബ്രോഡ് MBBSൻ്റെ അതേ ഡിറക്ഷൻ തന്നെയാണ് വരുന്നത്. 5+1 60 ഇയർ പ്രോഗ്രാം തന്നെയാണ്. പിന്നെ മോൾഡോവ എന്ന രാജ്യത്ത് വേണമെങ്കിൽ പഠിക്കാൻ പോകാം. അവിടെയും ഏകദേശം ഫീസ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി ബൾഗേറിയ. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഷെങ്കൻ കൺട്രി. ബൾഗേറിയ ആകുമ്പോൾ ഷെങ്കൻ കൺട്രിയാണ്. അപ്പോൾ അവിടെ തന്നെ 29-28 രാജ്യങ്ങളിൽ റെസ്റ്റ് ഓഫ് ഈ കൺട്രീസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതല്ലെങ്കിൽ ട്രാവലും ചെയ്യാം, വൈൽ സ്റ്റഡി ട്രാവലും ചെയ്യാം. അപ്പോൾ ഷെങ്കൻ കൺട്രിയുടെ അഡ്വാൻറ്റേജ് അറിയാമല്ലോ. അപ്പോൾ ബൾഗേറിയ ഇസ് റീസെൻ്റ്ലി എൻറ്റേർഡ് ടു ഷെങ്കൻ ലിസ്റ്റ്. അപ്പോൾ മോൾഡോവ ആയിട്ടില്ല. അപ്പോൾ മോൾഡോവ യൂറോപ്യൻ കൺട്രി ആണെങ്കിലും ലിസ്റ്റിലായിട്ടില്ല. അപ്പോൾ ഇത് ഷെങ്കൻ ക്രൈറ്റീരിയകളും വരും, വ്യത്യാസങ്ങളും വരും. അപ്പോൾ അവരൊരു സ്റ്റാൻഡേർഡും മാറ്റി, അവർ ഫീസ് സ്ട്രക്ചറിൽ മാറ്റം വരുത്തി. അപ്പോൾ ഇത്തരം കൺട്രികളിൽ നോക്കുന്നുണ്ട്. അവിടെ നമുക്ക് സ്റ്റുഡൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ടൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ലൈവിലൊക്കെ ഇപ്പോൾ നിഹാലിന് വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ടൊക്കെ ഇൻട്രാക്ഷൻ നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി തരാം. അപ്പോൾ നേരിട്ട് തന്നെ നിഹാലിന് ചോദിക്കാം എങ്ങനെയാണ് അവിടുത്തെ ലൈഫ് എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. കിട്ടുവാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് അവരോട് നേരിട്ട് തന്നെ ചോദിക്കാം. അവരുടെ ടൈമുകളിൽ വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് ഇൻട്രാക്ഷൻ കോൺവെർസേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആവുമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളോട് സംസാരിക്കാം നിങ്ങൾക്ക്. ഹായ് ആസ്ല, ഹൗ ആർ യു? Hi, I'm good. Hope you are doing well as well. Yeah, I'm good. How about the Bulgarian life?